രണ്ട് ദിനവും 9 വിക്കറ്റും കയ്യിലിരിക്കെ ഓവലിൽ വിജയക്കൊടി നാട്ടാൻ ഇംഗ്ലണ്ടിന് വേണ്ടത് 324 റൺസ്. വിജയത്തിലേക്ക് ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും വേണ്ടത് 9 വിക്കറ്റും. 2 ദിവസം ബാക്കി നിൽക്കുന്നതിനാൽ ഇന്ത്യ ഇംഗ്ലണ്ട് 5-ാം ടെസ്റ്റിൽ ഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീപാറുന്ന കളി ഓവലിൽ സംഭവിക്കുമെന്ന് ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും അറിയാം. 9 വിക്കറ്റുകൾക്കായി മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ആകാശ്ദീപും പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ഓവലിൽ പന്തെറിയും. ഈ പേസ് ആക്രമണത്തിൻ്റെ മുനയൊടിക്കാൻ ബാസ് ബോൾ ശൈലി തന്നെയാകും ഇംഗ്ലണ്ട് പുറത്തെടുക്കുക. 4-ാം ദിനത്തിലെ ആദ്യ സെക്ഷൻ മുതൽ കളി കാര്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബാസ് ബോൾ ശൈലിയിൽ ബാറ്റ് വീശുന്ന ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 324 റൺസ് എന്നത് നിസ്സാരമായ ടാർഗറ്റ് തന്നെയാണ്. 2 ദിവസവും 9 വിക്കറ്റും കയ്യിലിരിക്കെ ബാസ് ബോൾ ശൈലി തൽക്കാലത്തേക്ക് ഒഴിവാക്കിയാൽ പോലും ഇംഗ്ലണ്ടിന് വിജയത്തിലേക്ക് എത്താനാകും. ഹെഡിംഗ്ലെയിൽ അവസാന ദിവസം 371 റൺസ് പിന്തുടർന്ന് ഇന്ത്യയെ പരാജയത്തിലേക്ക് തള്ളിവിട്ട് ദിവസങ്ങൾ മാത്രമാണ് കഴിയുന്നത്. പിന്നാലെയാണ് മറ്റൊരു ടാർഗറ്റ് ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ വെക്കുന്നത്. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിലായതിനാൽ ഗില്ലിന് സംഘത്തിനും അതിനിർണായകമാണ് ഓവൽ ടെസ്റ്റ് ഫലം. ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാനിറങ്ങിയ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിലാണ്. 14 റൺസ് എടുത്ത അപകടകാരിയായ സാം ക്രോളിയെ മുഹമ്മദ് സിറാജ് കൂടാരം കയറ്റിയത് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 4-ാം ദിനത്തിലെ ആദ്യ സെക്ഷൻ അതിനിർണായകമാണ്. ബെൻ ഡെക്കറ്റ്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ഓലി പോപ്പ്, ജാമി സ്മിത്ത് എന്നിവരടങ്ങുന്ന ശക്തമായ ബാറ്റിംഗ് നിര തന്നെയാണ് അവരുടെ കരുത്ത്. ബെൻ സ്റ്റോക്സിൻ്റെ അഭാവം മാത്രമാണ് ഇംഗ്ലണ്ടിൻ്റെ നിരയെ ബാധിക്കുന്ന ഏക ഘടകം. ഓവലിലെ ചേസിംഗ് ചരിത്രം ഇംഗ്ലണ്ടിനൊപ്പമാണ്. 1902 ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ട് 263 റൺസ് പിന്തുടർന്ന് ജയിച്ചതാണ് ഓവലിലെ വിജയകരമായ ഏറ്റവും ഉയർന്ന റൺ ചേസ്. 1963 വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് ഉയർത്തിയ 253 റൺസ് പിന്തുടർന്ന് വിജയിച്ചതാണ് രണ്ടാമത്തെ ചരിത്രം. 1971 ശക്തമായ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന് ജയിച്ചതാണ് ഓവലിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന റൺ ചേസ്. കണക്കുകൾ ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യക്ക് സാധ്യതകൾ ശക്തമാണ്. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ആകാശ്ദീപും അടങ്ങുന്ന പേസ് ത്രയങ്ങളെ നേരിടുന്നതിൽ ഇംഗ്ലണ്ട് വിയർക്കും. ആദ്യ മണിക്കൂറുകളിൽ പിച്ച് ബൗളർമാർക്ക് ഒപ്പമാണെങ്കിൽ പിന്നീട് ബാറ്റിങ്ങിന് സഹായകരമാകും. എന്നാൽ പിച്ചിൽ നിന്ന് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ടേണിംഗ് രവീന്ദ്ര ജഡേജയ്ക്ക് നേട്ടമാകും. വാഷിംഗ്ടൺ സുന്ദറിനെങ്കിൽ പന്ത് നൽകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിങ്സിൽ വാഷിംഗ്ടൺ സുന്ദർ ഒരു ഓവർ പോലും എറിഞ്ഞിരുന്നില്ല. പുതിയ പന്തിൽ പ്രസിദ്ധ് കൃഷ്ണ മികവ് കാട്ടുന്നത് ഇന്ത്യക്ക് നേട്ടമാകും. എക്സ്ട്രാ ബൗൺസാണ് ആകാശ്ദീപിൻ്റെ പന്തുകളെ വ്യത്യസ്തമാക്കുന്നത്. ആദ്യ ഇന്നിങ്സിലെ പോലെ തന്നെ സിറാജിന് കൃത്യത കണ്ടെത്താനും പ്രസിദ്ധ് കൃഷ്ണ പിന്തുണ നൽകുകയും ചെയ്താൽ ഇന്ത്യക്ക് പ്രതീക്ഷ ശക്തമാകും. ഏത് പിച്ചിലും ഏത് സാഹചര്യത്തിലും അതിവേഗത്തിൽ സ്കോർ നേടാൻ കഴിവുള്ള റൂട്ടിൻ്റെ വിക്കറ്റ് തന്നെയാവും ഇന്ത്യക്ക് ഏറ്റവും വിലപ്പെട്ടത്. റൂട്ട് വീണാൽ ഇന്ത്യ പകുതി വിജയിച്ചു. അതിവേഗം സ്കോർ ഉയർത്താൻ ശേഷിയുള്ള ഡെക്കറ്റും മധ്യനിരയിലെ സൂപ്പർ താരം ജാമി സ്മിത്തും കളി പിടിച്ചെടുക്കാൻ മിടുക്കന്മാർ തന്നെയാണ്. ബാസ് ബോൾ ശൈലിക്ക് അനുയോജ്യമാണ് ഓവലിലെ പിച്ച്. ആദ്യ ഓവറുകൾ ബൗളർമാരെ സഹായിക്കുകയും പിന്നാലെ റൺസ് ഒഴുകുകയും ചെയ്യും. അതിനാൽ ഓവലിലെ ആദ്യ സെക്ഷൻ അതിനിർണായകമാകും. ആദ്യ 10 അല്ലെങ്കിൽ 15 ഓവറുകൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാനായാൽ ഇംഗ്ലണ്ടിന് പിന്നീടെല്ലാം എളുപ്പമാകും. 2 ദിവസം മുന്നിലുള്ളതിനാൽ റിസ്ക് എടുക്കാതെ ബാറ്റ് വീശാം. മധ്യനിരയിൽ ജാമി സ്മിത്ത് ആക്രമിച്ച് ബാറ്റ് വീശാൻ കഴിവുള്ള താരമാണെന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയും ഇംഗ്ലണ്ടിന് നേട്ടവുമാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.